അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാക്രോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ മാക്രോസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റഡായി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പല തവണ ഒരേ പ്രോസസ്സ് ഒരേ തരത്തിലുള്ള ഒരു ടാസ്ക് നമ്മൾ എക്സലിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് കൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ആ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് മാക്രോസ് എന്ന് പറയുന്നത്. സോ ഉദാഹരണമായി എനിക്കൊന്നും രാവിലെ ഇതുപോലെയുള്ളൊരു ഡീറ്റെയിൽസ് എനിക്ക് ലഭിക്കുന്നെന്ന് വെക്കുക. ഒരു പക്ഷേ എൻ്റെ മാനേജറിൻ്റെ അടുത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ മറ്റു റിപ്പോർട്ടുകളിൽ നിന്ന് കോപ്പി ചെയ്യുന്നതായിരിക്കാം. സോ ഫോർമാറ്റ് ഒന്നും ചെയ്യാത്ത ഈ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കസ്റ്റമർ നെയിം, അതുപോലെ അവരുടെ ഇൻവോയ്സ് എമൗണ്ട്, സോ അവരുടെ നിന്ന് കളക്ട് ചെയ്ത ക്യാഷ് റിസീവ്ഡ് എന്ന് 3 കോളംസാണ് നമുക്കുള്ളത്. സോ ഞാൻ ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് എന്നും രാവിലെ എടുത്തിട്ട് ഇത് നല്ലൊരു ഫോർമാറ്റിലാക്കി പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് കരുതുക. എല്ലാ ദിവസവും രാവിലെ എനിക്കിതാണ് വർക്കെന്ന് കരുതുക. സോ നമ്മൾ മാക്രോസിൽ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇത് എത്ര റെക്കോർഡായിക്കോട്ടെ, 100 റെക്കോർഡായിക്കോട്ടെ, 1000 റെക്കോർഡായിക്കോട്ടെ, നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് മാക്രോസ് ഉപയോഗിച്ചത് ഫോർമാറ്റ് ചെയ്യാൻ കഴിയും. സോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ മാക്രോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമായി നമുക്കിവിടെ ഡെവലപ്പർ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവേണ്ടതുണ്ട്. സാധാരണ ഡിഫോൾട്ട് സെറ്റിങ്ങിൽ അത് ഇവിടെ ഉണ്ടായിരിക്കില്ല. സോ നമുക്ക് അത് എനാബിൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പിന്നെ വരുന്ന ഈ വിൻഡോയിൽ നമ്മളിവിടെ കസ്റ്റമൈസ് റിബൺ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ മെയിൻ ടാബിന് താഴെ നമുക്ക് ഇവിടെ ഓരോ ടാബിൻ്റെ പേര് കാണാൻ കഴിയും. സോ ഇവിടെ ഡെവലപ്പർ എന്ന് പറയുന്ന ടാബ് സെലക്റ്റഡ് അല്ല. സോ നമ്മളത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെക്ക് ബോക്സിനുള്ള ഒരു ടിക്ക് മാർക്ക് വരുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെവലപ്പർ എന്ന് പറയുന്ന ടാബ്സ് ഇവിടെ ലഭ്യമായിരിക്കും. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മാക്രോസ്, റെക്കോർഡ് മാക്രോ തുടങ്ങിയ മാക്രോസുമായി ബന്ധപ്പെട്ട ഓപ്ഷൻസ് കാണാൻ കഴിയും. സോ ഞാൻ ജസ്റ്റ് ഇവിടെ മാക്രോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇവിടെ എല്ലാം ബ്ലാങ്ക് ആണ്, കാരണം നമ്മളിതുവരെ ഒരു മാക്രോയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മളിത് ക്യാൻസൽ ചെയ്യുന്നു. സോ ഇനി നമുക്ക് നമ്മുടെ മാക്രോ ക്രിയേറ്റ് ചെയ്യാം. സോ എനിക്കെന്നും രാവിലെ ഇതുപോലെയുള്ളൊരു ഡീറ്റെയിൽസാണ് ലഭിക്കുന്നതെന്ന് കരുതുക. സോ ഇതിൽ കസ്റ്റമർ നെയിം ഉണ്ട്, അതുപോലെ ഇൻവോയ്സ് എമൗണ്ട്, ക്യാഷ് റിസീവഡ് ഉണ്ട്. സോ എനിക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് എന്തെന്ന് വെച്ചാൽ, സോ ഇത് നന്നായി ഫോർമാറ്റ് ചെയ്ത് ബാലൻസ് കോളം ആഡ് ചെയ്ത് ആ ബാലൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്നതാണ്. ഇത് ഡെയിലി ടാസ്ക് ആണെന്ന് കരുതുക. ഇതെങ്ങനെ നമുക്ക് മാക്രോ ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ആദ്യമായി ഡെവലപ്പർ ടാബിൽ ഈ റെക്കോർഡ് മാക്രോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നമ്മളിവിടെ മാക്രോ നെയിം ചോദിക്കും. ഞാനിവിടെ ഫോർമാറ്റ് കസ്റ്റമർ എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം. ശേഷം ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ ഇപ്പോൾ നമ്മുടെ മാക്രോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും, ഞാൻ മൗസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും, ഞാൻ എന്തെങ്കിലും എൻ്റർ ചെയ്യുകയാണെങ്കിലും, ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാം മാക്രോ റെക്കോർഡ് ചെയ്ത് വെക്കും. ഇത് സെയിം രീതിയിലുള്ളൊരു ടാബിൾ വരികയാണെങ്കിൽ അത് അതേ രീതിയിൽ പെട്ടെന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ചെയ്തു തീർക്കും. സോ ഞാനിവിടെ ചെയ്യുന്നത് ആദ്യമായി ഹെഡിങ് കംപ്ലീറ്റ് കൊടുക്കുന്നു. കസ്റ്റമർ നെയിം, ഇൻവോയ്സ് എമൗണ്ട്, ക്യാഷ് റിസീവ്ഡ്, ബാലൻസ്. സോ ഞാനെല്ലാം ഒന്ന് ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടുകയാണ്. കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതൊന്ന് സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യുന്നു. ഹെഡിങ് ബോൾഡ് ആക്കുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ കൊടുക്കുന്നു. അതുപോലെ ഫോർഗ്രൗണ്ട് വൈറ്റ് കളർ കൊടുക്കുന്നു. അതുപോലെ ഈ നമ്പേഴ്സിന് ഞാൻ ഫോർമാറ്റ് ചെയ്യുന്നു. ഫോർമാറ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്ത് നമ്പർ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ 2 ഡെസിമൽ പ്ലേസോട് കൂടി ഞാൻ ഫോർമാറ്റ് ചെയ്യുന്നു. ശേഷം ഞാൻ ബാലൻസ് കാണുന്നു. റിസീവ് ചെയ്ത ക്യാഷ് റിസീവഡിൽ നിന്ന് ഇൻവോയ്സ് എമൗണ്ട് മൈനസ് ചെയ്യുന്നു. സോ എനിക്കപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അവൈലബിൾ ബാലൻസ് ലഭ്യമാവുന്നു. ചിലത് പ്ലസ് ആയിരിക്കും, ചിലത് മൈനസ് ആയിരിക്കും. സോ ഞാനിവിടെ ഇതിന് ബോർഡർ കൊടുക്കുന്നു. സോ അടുത്തതായി ചെയ്യേണ്ടത് ഈ ബാലൻസ് പ്ലസ് ആയിട്ടുള്ളവരുടെ ബാലൻസ്
ഗ്രീൻ കളറിലും അതുപോലെ മൈനസ് ആയിട്ടുള്ളവരുടെ റെഡ് കളറിലും നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുക്കണം. സോ ഞാനിത് സെലക്ട് ചെയ്യുന്നു, ഒന്ന് ബോൾഡ് ചെയ്യുന്നു, അതുപോലെ ശേഷം ഞാൻ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്നു. ഗ്രേറ്റർ ദാൻ 0 കൂടുതലാണെങ്കിൽ അവരുടെ ഫോണ്ട് കളർ എന്ന് പറയുന്നത് കസ്റ്റം ഫോർമാറ്റിൽ പോയി ഫോണ്ട് കളർ ഇവിടെ നിന്ന് ഗ്രീൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ. സോ അടുത്തൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ലെസ് ദാൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. 0 കുറവാണെങ്കിൽ അവരുടെ ബാലൻസ് മൈനസ് ആണെങ്കിൽ നമ്മളിവിടെ കസ്റ്റം ഫോർമാറ്റിൽ പോകുന്നു. ഇവിടെ റെഡ് കളർ ഞാൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ നമ്മുടെ ടാബിൾ ഏകദേശം റെഡിയായി. സോ നമുക്ക് ഡെവലപ്പറിൽ ടാബിൽ പോയി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ചെയ്യുന്നു. സോ നമ്മുടെ കയ്യിൽ ഈ രീതിയിലുണ്ടായിരുന്ന ഒരു ഡാറ്റ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ഡാറ്റ നമുക്ക് വീണ്ടും കിട്ടിയെന്ന് വെക്കുക. സോ ഞാനിവിടെ ഈ ഡാറ്റ ഒന്ന് കോപ്പി ചെയ്യുന്നു. സോ നമുക്ക് ഇതുപോലെയുള്ള ഡാറ്റ വീണ്ടും കിട്ടി. സോ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഫോർമാറ്റിലാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. സോ ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിനി മാക്രോസിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോർമാറ്റ് കസ്റ്റമർ എന്ന് പറയുന്ന മാക്രോ ഉണ്ടായിരിക്കും. ശേഷം ഞാൻ അത് സെലക്ട് ചെയ്ത് ജസ്റ്റ് റൺ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ആ ഒരു ഡാറ്റ ഈ രീതിയിലുണ്ടായിരുന്ന ഡാറ്റ വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച ഫോർമാറ്റിലാക്കി നമ്മുടെ മുന്നിൽ പെട്ടെന്ന് ലഭ്യമാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്കുകൾ വളരെ പെട്ടെന്ന് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ മാക്രോ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതായിരിക്കും. ആക്ച്വലി ഇനി നമുക്ക് മാക്രോ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നിങ്ങൾക്കിവിടെ ഈ വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ കഴിയും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ ഇതിൽ നമ്മുടെ ഈ കാണുന്ന കോഡ് എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച മാക്രോ ആണ്. സോ ഇതിൻ്റെ മാക്രോയുടെ ബാക്ക് എൻഡിൽ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കോഡിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ മാക്രോ റൺ ചെയ്യുമ്പോൾ ആക്ച്വലി ഈ കോഡാണ് ഇവിടെ റൺ ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവാൻ കഴിയും. സോ നമ്മൾ ആദ്യം സെല്ല് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കസ്റ്റമർ നെയിം എന്ന് എഴുതി, പിന്നെ ഇൻവോയ്സ് എമൗണ്ട് എഴുതി, ക്യാഷ് റിസീവ്ഡ്, ബാലൻസ് എന്നിവയെല്ലാം എഴുതി. അതുപോലെ നമ്മൾ ഫോണ്ട് സൈസ് മാറ്റി, അതുപോലെ കോളം വിഡ്ത്ത് മാറ്റി തുടങ്ങിയവയെല്ലാം ഇവിടെ ഒരു കോഡായിട്ട് നമ്മൾ മാക്രോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോഡായിട്ട് ഇവിടെ സേവ് ചെയ്ത് വെക്കുന്നു. ശേഷം നമ്മൾ മാക്രോ റൺ ചെയ്യുന്ന സമയത്ത് ഈ കോഡാണ് ആക്ച്വലി റൺ ആവുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾക്കിവിടെ ബാലൻസ് എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ബാലൻസ് എന്ന് എഴുതി. സോ ഞാനിവിടെ ജസ്റ്റ് ഇതൊന്ന് ചേഞ്ച് ചെയ്ത് അവൈലബിൾ എന്നുകൂടി കൂട്ടി കൊടുത്തു. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ബാലൻസ് എന്നാണുള്ളത്. ശേഷം ഞാനിവിടെ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഈ ഡാറ്റ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഈ അവൈലബിൾ ബാലൻസ് എന്നായിരിക്കും വരുന്നത്. സോ നമ്മൾ മാക്രോസ് ഫോർമാറ്റ് കസ്റ്റമർ എന്ന് പറയുന്ന മാക്രോ സെലക്ട് ചെയ്ത് റൺ ചെയ്തു. സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മൾ അവിടെ കോഡിൽ വരുത്തിയ മാറ്റം പോലും ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കും. അവൈലബിൾ ബാലൻസ് എന്ന് വരും. സോ അതുപോലെ മറ്റൊരു ഈസി ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഇൻസേർട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ എന്ന് പറയുന്ന കൺട്രോൾ സെലക്ട് ചെയ്യുക. സോ ബട്ടൺ നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ വേറൊരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ അതിൽ നമ്മൾ താഴെ നമ്മുടെ ഫോർമാറ്റ് കസ്റ്റമർ എന്ന് പറയുന്ന മാക്രോ കാണാൻ കഴിയും. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ശേഷം നമുക്കിവിടെ ബട്ടണിൻ്റെ പേര് മാറ്റണമെങ്കിൽ ഫോർമാറ്റ് ടേബിൾ എന്ന് എഴുതി. ഇനി നമ്മൾ നമ്മുടെ പഴയ ഡാറ്റ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മാക്രോ റൺ ആവുന്നതായിരിക്കും. സോ ജസ്റ്റ് നമ്മളിവിടെ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ മാക്രോ റണ്ണായി. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു രീതിയിൽ ഫോർമാറ്റ് ചെയ്തു. ഇനി നമ്മൾ മാക്രോ ആഡ് ചെയ്ത ഈ ഒരു എക്സൽ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സോ നമ്മളിവിടെ സേവ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നതെന്ന് വെക്കുക. സോ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ബുക്ക് 1 എന്നുള്ളത് കസ്റ്റമർ ഡീറ്റെയിൽസ് എന്ന് എഴുതി. ശേഷം സേവ് ആസ് ടൈപ്പ് എന്ന് പറയുന്ന ഈ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ
എക്സൽ മാക്രോ എനാബിൾഡ് വർക്ക് ബുക്ക് എന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ മാക്രോ വർക്ക് ചെയ്യില്ല. സോ നമ്മൾ ഈ മാക്രോ എനാബിൾഡ് വർക്ക് ബുക്ക് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം സേവ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച മാക്രോ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. സോ ഇതിലൂടെ നിങ്ങൾക്ക് മാക്രോ എന്നാൽ എന്താണെന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.